സർ ഇനി ഒരു അഡ്വാൻസ് ലെവലിലുള്ള ചോദ്യമാണ്. എപ്പോഴും ട്രേഡേഴ്സ് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു കാര്യമാണ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് അല്ലേ. ഡിസിഷൻ മേക്കിങ്ങിന് അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ ട്രേഡേഴ്സ് എടുക്കുന്നതിൽ ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. സാർ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? ഞാൻ എൻ്റെ എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പോൾ അക്ഷര ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നു, ഇപ്പോൾ റോഡിൻ്റെ സൈഡിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ നല്ല ക്യൂ, ഭയങ്കരമായിട്ട് ലെങ്തി ക്യൂ കാണുന്നു. എന്തായിരിക്കും തോന്നുന്നത്? ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം അവിടെ സെല് ചെയ്യുന്നുണ്ടെന്നുള്ളതായിരിക്കും. അതവിടെ ഏറ്റവും ഓഫർ കൊടുക്കുന്നുണ്ടാവും അല്ലേ, നല്ല തിരക്കാണ്, പൊതുവെയുള്ള ചിന്തകളാണ്. ഞാനൊന്ന് മാറ്റി പറയട്ടെ. ഒരു പക്ഷേ അവിടുത്തെ കൗണ്ടറിൽ, അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ മേടിച്ച പ്രൊഡക്ട്സുകൾ ഒക്കെ ഡാമേജ്ഡ് ആയിട്ട് ആൾക്കാർ തിരിച്ചു കൊടുക്കാൻ വെയിറ്റ് ചെയ്യുന്നതാണെങ്കിലോ? രണ്ടാമത്തെ സിനാരിയോ, അവിടുത്തെ 5 ബില്ലിംഗ് കൗണ്ടേഴ്സ് ഉണ്ട്, ഒരെണ്ണം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, 4 വർക്ക് ചെയ്യുന്നില്ല, ഒരെണ്ണം മാത്രം വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടുത്തെ ക്യൂ ഇങ്ങോട്ട് വന്നതായിരിക്കാം അല്ലേ. മൂന്നാം സിനാരിയോ, ചുറ്റുപാടുള്ള മറ്റ് കടകളൊന്നും വർക്ക് ചെയ്യുന്നില്ല, വന്നിട്ട് എന്താണെന്ന് കൂട്ടുക, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതിലൊന്നും കൂട്ടുക, വർക്ക് ചെയ്യുന്നില്ല, ഈ ഷോപ്പ് മാത്രമേ ഓപ്പൺ ഉള്ളൂ. അപ്പോൾ മറ്റ് കടകൾ വരേണ്ട ആൾക്കാരാണ് ഇവിടെ വന്നത്, അല്ലാതെ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രത്യേകത കൊണ്ട് ക്ലയൻസ് കയറിയതല്ല. അപ്പം മനസ്സിലാക്കുക, നമ്മുടെ ബ്രെയിൻ എപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്, നമ്മൾ ഡെയിലി കാണുന്നൊരു ആക്ടിവിറ്റി, തിരക്കുണ്ട്, ഓഫറാണ്, അവിടെ നല്ല ഡിമാൻഡ് ഉണ്ടെന്നായിരിക്കും. പക്ഷേ റിയൽ റീസൺസ് ഞാൻ ഈ പറഞ്ഞ വേറെ ഏതെങ്കിലും ആകാം. അപ്പോൾ ഇതിനാണ് മെൻ്റൽ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയും. ബ്രെയിൻസ് ഓൾവേസ് ടേക്ക് ഷോർട്ട് കട്ട് ടു ആക്സസ് ഇൻഫർമേഷൻ. നമ്മൾ എന്താണോ കാണുന്നത് അത് ഏറ്റവും കൂടുതൽ ഷോർട്ട് കട്ടായിട്ടായിരിക്കും ബ്രെയിൻ കാണുന്നത്. അപ്പോൾ ട്രേഡേഴ്സിൻ്റെ കാര്യം വരുമ്പോഴും അവർ പണ്ട് കണ്ട കുറേ കാര്യങ്ങളിൽ വെച്ചിട്ട്, ആ ഫാക്ട്സ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അവർ തീരുമാനം എടുക്കുന്നത്. പക്ഷെ ബ്രെയിൻ എപ്പോഴും ഷോർട്ട് കട്ടായിട്ട് ചെയ്യാനേ അറിയുള്ളൂ. പിന്നെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എപ്പോഴും ചെക്ക് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ഫാക്ച്വൽ എറേഴ്സ് വരുന്നത്. അപ്പോൾ നല്ല ട്രേഡേഴ്സ് എപ്പോഴും എന്ത് ചെയ്യും, ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് തീരുമാനം എടുക്കുന്നത്.